إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. ജീവിതത്തിൽ പല വിഷയങ്ങൾക്കും പ്രാധാന്യവും ഗൗരവവും നൽകുന്നവരാണ് നാം എല്ലാവരും. അങ്ങനെ ഗൗരവത്തോടെ കാണുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് നാം ഭയപ്പെടുകയും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ദീനുൽ ഇസ്ലാം എന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട, വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ് നമ്മുടെ ദീനി ജീവിതം എന്നത്. അല്ലാഹു ഉണർത്തി, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന സന്ദേശത്തിലേക്ക് അള്ളാഹും റസൂലും വിളിച്ചാൽ അവർക്ക് ഉത്തരം നൽകണം എന്നാണ് ഈ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. മറ്റൊരു വചനത്തിൽ കാണാം, വ അത്വീഉല്ലാഹ വ അത്വീഉർ റസൂല വഹ്ദറു ഫഇൻ തവല്ലൈതും ഫഅലമു അന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക, വഹ്ദറു നിങ്ങൾ ജാഗ്രതയോടെ നിലകൊള്ളുക. ആരെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിയുന്നുവെങ്കിൽ റസൂലിൻ്റെ മേൽ ബാധ്യതയുള്ളത് ഈ ദീനിൻ്റെ പ്രബോധനം അത് എത്തിക്കുക എന്നത് മാത്രമാണ് എന്നും ഓർമ്മപ്പെടുത്തി. 3 വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ ആയത്തിലുള്ളത്. ഒന്ന്, മുഫസ്സിറുകൾ വ്യക്തമാക്കിയത് ത്വാഅത്തുല്ലാഹി വ ത്വാഅത്തു റസൂലിഹി വാഹിദ. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത് അത് രണ്ടല്ല, അത് ഒന്നാണ്. ഫമൻ അത്വാ അല്ലാഹ് ഫഖദ് അത്വാ അർ റസൂൽ. ഒരാൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതോടെ റസൂലിനെ അനുസരിച്ചു. ഒമൻ അത്വാ അർ റസൂല ഫഖദ് അത്വാ അല്ലാഹ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാണ് അനുസരിക്കുന്നത്? അവർ അള്ളാഹുവിനെയും അനുസരിച്ചു. രണ്ടാമത്തെ സന്ദേശം വഹ്ദറു. ഈ ഹദർ എന്ന് പറഞ്ഞാൽ ഹദർ, ഡേഞ്ചർ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന വാക്കിനാണ് അറബി ഭാഷയിൽ ഹദർ എന്ന് പറയാം. യഹ്ദർ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തോടെ കാണണം. ഇവിടെ ഗൗരവത്തോടെ കാണാൻ പറഞ്ഞതെന്താ? മീൻ മഅ്സിയത്തില്ല വ മഅ്സിയത്തി റസൂലിഹി. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിച്ച് ജീവിക്കുന്നതിനെ ഗൗരവത്തിൽ കാണണം. ഫഇന്ന ഫീ ദാലിക ശർറു വൽ ഖുസ്റാനുൽ മുബീൻ. അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അതിലാണ് അവൻ്റെ എല്ലാ നഷ്ടവും പരാജയവും ഉള്ളത് എന്നാണ് മുഫസ്സിറുകൾ വ്യക്തമാക്കിയത്. മൂന്നാമത്തെ കാര്യം
ഈ മാർഗം ആർക്കെങ്കിലും വേണ്ടെങ്കിൽ അവർക്കത് തള്ളാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. അല്ലാഹു നിങ്ങൾക്ക് വ്യക്തമായ നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിൽ പ്രവേശിച്ച് നന്ദിയോടെ ജീവിക്കാം. അതല്ല നന്ദികേടിന്റെ മാർഗമാണോ, ആ വഴിക്ക് പോകാം. അവരാണ് പരലോകത്തെ പരാജയം ഏറ്റുവാങ്ങുക എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതം അള്ളാഹുവിനും അവൻ്റെ റസൂലിനും എതിരാവുന്നത് ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹുവിനും റസൂലിനും നമ്മൾ എതിരായാൽ സംഭവിക്കുന്ന വിപത്താണ് ഈ വചനത്തിലുള്ളത്. റസൂലുള്ളയുടെ കൽപ്പനക്കെതിരിൽ ആരാണ് നിലകൊള്ളുന്നത്, അവർ ഭയപ്പെട്ടു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് ഈ ദുനിയാവിൽ വെച്ച് വല്ല പരീക്ഷണവും നേരിടുന്നത്. ഔ യുസീബഹും അദാബുൻ അലീം, കഠോരമായ ശിക്ഷ അവരെ പിടികൂടുന്നത് അവർ ഭയപ്പെടട്ടെ എന്നാണ്. സൂറത്തുൽ അഹ്സാബിൽ ഈ വചനത്തിന്റെ ഒരു വിശദീകരണം എന്ന പോലെ അള്ളാഹു പഠിപ്പിച്ചു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്ന നിലപാടുകാരനാണ്, എൻ്റെ അഭിപ്രായം ഇന്നതാണ് എന്ന തീരുമാനമെടുക്കാൻ ഒരു വിശ്വാസിയായ ആണിനും പെണ്ണിനും പാടില്ല. എന്തുകൊണ്ട്? വമൻ യഅസില്ലാഹ വറസൂല ഫഖദ് ളല്ല ളലാലൻ മുബീന. അങ്ങനെ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്ന പക്ഷം വ്യക്തമായ വഴികേടിലാണ് അവരായിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീൻ എന്നത് വഹയിലൂടെ സ്ഥാപിതമായ ആദർശമാണ്. അതുകൊണ്ട് തന്നെ ആ ദീനിനെ നിരുപാധികം ഒരു ഉപാധിയും കൂടാതെ പിന്തുടരുക എന്നത് മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. ഈ ബാധ്യത സത്യവിശ്വാസികൾക്ക് മാത്രമല്ല, ഈ ലോകത്ത് ഏറ്റവും ഒടുവിലായി അള്ളാഹു പഠിപ്പിച്ച, മനുഷ്യനെ പഠിപ്പിച്ച ശരീഅത്ത് ഏറ്റവും ഒടുവിലായി അതിന്റെ പ്രബോധനം നിർവഹിച്ച വ്യക്തിത്വമാണല്ലോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വന്തമായൊരു അഭിപ്രായം പറയാൻ അള്ളാഹ് ഈ ദീനിൽ അനുമതി നൽകിയിട്ടില്ല. സൂറത്ത് യൂനുസിലെ ഒരു വചനത്തിൽ കാണും, വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലമാണ്. അവ സത്യനിഷേധികൾ വന്നു പറഞ്ഞു, ഖാലല്ലദീന ലാ യർജൂന ലിഖാഅന ഇത്തി ബിഖുർആനിൻ ഗൈരി ഹാദാ ഔ ബദ്ദിലു. ഖുർആൻ ഇങ്ങനെ അവതരിക്കുമ്പോൾ അവിശ്വാസികളുടെ ശത്രുക്കളുടെ ആവശ്യം, മുഹമ്മദേ ഈ ഖുർആൻ ഒന്ന് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഈ ഖുർആൻ അല്ലാത്തത് കൊണ്ടുവരണം. ആ സമയം 3 കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വഹയി വന്നു. ഒന്നാമത്തെ കാര്യം എന്താ? ഖുൽ മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി. എനിക്ക് സ്വന്തമായി ഇതിലൊരു മാറ്റം വരുത്താൻ അവകാശമില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ. രണ്ടാമത്തെ കാര്യം, ഞാൻ പിൻപറ്റുന്നത് എനിക്ക് വഹയായി എന്താണ് നൽകപ്പെടുന്നത് അത് മാത്രമാണ്. മൂന്നാമത്തതോ, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം. ഞാൻ ഇങ്ങനെ അള്ളാഹുവിനോട് അവന്റെ ദീനിൽ ഞാൻ ഇടപെട്ട് അഭിപ്രായം പറഞ്ഞ് അള്ളാഹിനെ ധിക്കരിക്കുന്ന പക്ഷം പരലോക ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് ആവശ്യപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, വഹയിലൂടെ സ്ഥിരപ്പെട്ട ഒരു പദത്തിൽ പോലും മാറ്റം വരുത്താൻ സമ്മതിച്ചിട്ടില്ല. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ നേരത്ത് ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗം ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത വബി നബിയ്യിക്കല്ലദീ അർസൽത എന്നാണ്. ഞാനിതാ അല്ലാഹുവേ, നീ അവതരിപ്പിച്ച കിതാബിലും നീ നിയോഗിച്ച റസൂലിലും നബിയിലും വിശ്വസിച്ചിരിക്കുന്നു. അത് ബർറാവുൻ ആസിബ് റസൂലുള്ളയിൽ നിന്ന് കേട്ട് റസൂലുള്ളാഹിക്ക് ചൊല്ലിക്കൊടുക്കുകയാണ്. അപ്പോ ബർറാവുൻ ആസിബ് ചൊല്ലിക്കൊടുത്തത് വബി റസൂലിക്കല്ലദീ അർസൽത എന്നാണ്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, അതിലൊരു പ്രാസമൊക്കുന്നുണ്ട്. വബി നബിയ്യിക്കല്ലദീ അർസൽത എന്നതിനേക്കാളും ഒരു പ്രാസമൊക്കുന്നത് വബി റസൂലിക്കല്ലദീ അർസൽത. രണ്ടാമത്തെ കാരണം,
നബിയുൻ എന്ന പദത്തിനേക്കാളും ഏറെ മഹത്വമുള്ള വാക്കാണ് റസൂൽ. അതുകൊണ്ട് അവിടെ റസൂൽ ആയിക്കോട്ടെ എന്നാ ചിന്തിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവിടെ അത് പറ്റൂല. വബി നബിയ്യിക്കല്ലദീ അർസൽത, നീ നിയോഗിച്ച നബിയിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, വഹയിലൂടെ വന്ന ഒരു പദമല്ലേ എന്ന് കരുതി എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബത്തിന് അങ്ങനെ തോന്നിയിട്ടില്ല. അവർക്ക് തോന്നുമ്പോഴൊക്കെ റസൂലുള്ളാഹ് അത് തിരുത്തി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. ഈ ദീൻ എന്നത് സ്വന്തഷ്ടപ്രകാരം പറഞ്ഞുണ്ടാക്കിയതല്ല, അള്ളാഹുവിൽ നിന്ന് ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അവതരിച്ചതാണ് ദീൻ. അതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റം വരുത്താൻ പാടില്ല. സ്വർഗം ലക്ഷ്യമായി ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നവരാരോ അവരിതിൽ ഗൗരവത്തോടെ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ. എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ കടക്കും. ഇല്ലാ മൻ അബ, വിസമ്മതിച്ചവർ ഒഴികെ എല്ലാവരും സ്വർഗത്തിൽ കടക്കും എന്ന് പറഞ്ഞ് ഒരു കൂട്ടരെ മാറ്റി നിർത്തുകയാണ്. ഉടനെ സ്വഹാബത്തിന്റെ ചോദ്യം, വമൻ യഅബ യാ റസൂലല്ലാഹ്, റസൂലേ ആരാണ് ആ വിസമ്മതിച്ചവർ? മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ. എന്നെ അനുസരിച്ചവരാരോ അവർ സ്വർഗത്തിൽ കടക്കും, എന്നോട് അനുസരണക്കേട് കാണിച്ചവരാരോ ഫഖദ് അബ, അവർ വിസമ്മതിച്ചവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ട് സംഭവങ്ങൾ സ്വഹാബികളിൽ നിന്നുണ്ടായത് നമുക്ക് ഇതിനോട് ചേർത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരു സംഭവം, അന്ന റജുലൻ കാന യഅകുലു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിമാലിഹി. റസൂലുള്ളാഹിന്റെ അടുത്ത് വെച്ച് ഒരാൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുൽ ബിയമീനിക്. റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, നീ നിന്റെ വലത് കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണം. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ അസ്തതിഉ, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞു. അവർ റസൂലുള്ളാഹിക്ക് വഹ്യ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി ചോദിച്ചു, ലസ്തതഅത, നിനക്ക് സാധിക്കില്ലേ എന്ന് ചോദിച്ചു. മാ മനഅഹു ഇല്ലൽ കിബർ, അവനാ സാധിക്കില്ല എന്ന് പറഞ്ഞത് അവന്റെ വലത് കൈയിന് എന്തെങ്കിലും രോഗം കൊണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അഹങ്കാരം കൊണ്ടാണ് അവനത് പറഞ്ഞത്. അതുകൊണ്ട് എന്തുണ്ടായി? ബോധപൂർവം റസൂലുള്ളയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു സുന്നത്തിനെതിരിൽ പ്രവർത്തിച്ചപ്പോ അതിന്റെ ശിക്ഷ അവിടെ തന്നെ ഇറങ്ങി. ഫമാ റഫഅഹു ഇലാ ഫീഹി, പിന്നെ ആ മനുഷ്യന്റെ വലത് കൈ ഭക്ഷണം വായിലേക്ക് എത്തിക്കാൻ പാകത്തിൽ ആ കയ്യിന് ആവത് നഷ്ടപ്പെട്ടു, ബലം കുറഞ്ഞു, ആ കയ്യിന് ശക്തി നഷ്ടപ്പെട്ടു എന്നാണ് ഹദീസിലുള്ളത്. മറ്റൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെയ്തികളെ നിരുപാധികം അനുസരിക്കുക എന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയ തെളിവാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ഖാതമൻ മിൻ ദഹബിൻ ഫി യദി റജുലിൻ, ഒരു പുരുഷന്റെ കയ്യിൽ ഒരു സ്വർണ്ണ മോതിരം കണ്ടു റസൂലുള്ളാഹ്. ഫനസഅഹു വതറഹു, റസൂലുള്ളാഹ് അതെടുത്ത് വലിച്ചെറിഞ്ഞു. റസൂലുള്ളാഹ് ചോദിച്ചു, അയഅമിദു അഹദുക്കും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജ്അലുഹാ ഫി യദിഹി. പുരുഷന്മാർക്ക് നിഷിദ്ധമായ ഈ സ്വർണം ഇത് കയ്യിലിട്ട് ഇത് ധരിച്ച് നരകത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണോ എന്ന് റസൂലുള്ളാഹ് ചോദിച്ചു. അങ്ങനെ റസൂലുള്ളാഹ് ഇത് എടുത്തെറിഞ്ഞു. റസൂലുള്ളാഹ് സ്ഥലം വിട്ടപ്പോ കൂടെയുള്ളവർ ഈ മോതിരം ധരിച്ച വ്യക്തിയോട് പറഞ്ഞു, ഖുദ് ഖാതമക് വൻതഫിഅ ബി, ആ മോതിരം എടുത്തോ, നിനക്കതിന്റെ മറ്റു നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹദ്ദിസുകൾ വിശദീകരിച്ചിട്ടുണ്ട്, വീട്ടിലെ സ്ത്രീകൾക്ക് ഉപയോഗിക്കാമല്ലോ, അല്ലെങ്കിൽ അത് വിൽപ്പന നടത്താമല്ലോ, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഉപയോഗം എടുക്കാമല്ലോ, അതുകൊണ്ട് ആ മോതിരം എടുത്ത് ഉപയോഗിച്ചോളൂ, നീ ധരിക്കണ്ട, പുരുഷന്മാർക്ക് അത് ഹറാമാണല്ലോ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോ സഹാബി പറഞ്ഞത്, ലാ വല്ലാ ലാ ആഖുദുഹു അബദ വഖദ് തൊറഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കലും അത് എടുക്കുകയില്ല, റസൂലുള്ള തന്റെ കൈ കൊണ്ട് എടുത്ത് വലിച്ചെറിഞ്ഞ അത് ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമാത്രം ജീവിതത്തിൽ ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യാൻ അവരുടെ ആ താല്പര്യം അതായിരുന്നു എന്നതാണ്. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങൾ നമുക്ക് സ്വഹാബികളിൽ തന്നെ കിട്ടും. നമ്മുടെ ദീനീ ജീവിതത്തിന് എത്ര ഗൗരവം നാം നൽകണമെന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. പക്ഷെ തുമ്മിയ വ്യക്തി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തും കൂടി ചൊല്ലി തുമ്മിയപ്പോ ഉടനെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാകദാ മാ അല്ലമനാ റസൂലുള്ളാഹ്, ഇങ്ങനെ ചൊല്ലാൻ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല അല്ലമന അൻ നഖൂല അൽഹംദുലില്ലാ. റസൂലുള്ള നമ്മോട് പറഞ്ഞത് തുമ്മിയാൽ അവിടെ അൽഹംദുലില്ലാ എന്ന് മാത്രം. ഇബ്നു ഉമർ ദിക്ർ ചൊല്ലുന്നതിന് എതിരാണോ, സ്വലാത്തിനെതിരാണോ? അല്ല. പക്ഷെ ദീനിലില്ലാത്ത വഹിയിലൂടെ സ്ഥിരപ്പെടാത്ത ഒരു കാര്യം ആളുകൾ എങ്ങനെ കൊണ്ടുവന്നാലും അത് സ്വീകരിക്കാൻ പാടില്ല എന്നതിനുള്ള തെളിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദീൻ ഭദ്രമാണ്. അതിലേക്കൊന്നും ചേർക്കാനില്ല, അതിൽ നിന്നൊന്നും എടുത്തൊഴിവാക്കാനുമില്ല. റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസിൽ മാ ബഖിയ ശൈഉൻ യുഖദ്ദിബു മിനൽ ജന്ന വയുബാഇദു മിനൻ നാരി ഇല്ലാ വഖദ് ബുയ്യിന ലക്കും. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, നരകത്തിൽ നിന്ന് അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, നിങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കപ്പെടാതിരുന്നിട്ടില്ല. അത്ര ഭദ്രമാണ് ദീന്. അതുകൊണ്ട് തന്നെ ആ ദീന് നമുക്ക് പകർന്നു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്ത് ജീവിക്കലാണ് ഹിദായത്തിന്റെ വഴി. വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ. നിങ്ങൾ അദ്ദേഹത്തെ, ആ പ്രവാചകനെ പൂർണ്ണമായി പിന്തുടരുക, നിങ്ങൾക്ക് ഹിദായത്ത്, സന്മാർഗം ലഭിക്കുമെന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഒരു വചനമാണല്ലോ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ് വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കതീറ. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. നമുക്ക് ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും എന്ന പോലെ നമ്മളൊന്ന് എണീറ്റ് നിന്നാൽ, നമ്മളൊന്ന് ഇരുന്നാൽ, നമ്മളൊന്ന് കിടന്നാൽ, നമ്മളൊന്ന് നടക്കാനെന്നാൽ, നമ്മൾ യാത്ര തുടങ്ങിയാൽ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ വിവാഹം കഴിക്കാൻ ചിന്തിച്ചാൽ, കച്ചവടം തുടങ്ങാൻ ചിന്തിച്ചാൽ, ഇങ്ങനെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അവിടങ്ങളിലൊക്കെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഉത്തമ മാതൃക റസൂലുള്ളയിലുണ്ടെന്നാണ്. പക്ഷെ 3 ഗുണങ്ങളുണ്ടോ അവർക്ക് ആ മാതൃക സ്വീകരിക്കാൻ കഴിയൂ എന്നതാണ്. ആർക്കാണത്? ലിമൻ കാന യർജുല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന പ്രതീക്ഷ വെക്കുന്നവർക്ക്. വൽ യൗമൽ ആഖിർ, ഈ ദുനിയാവ് നശിക്കും, മരണം സംഭവിക്കും, ബർസഖുണ്ട്, പരലോകമുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക്, അവിടെ രക്ഷ ആഗ്രഹിക്കുന്നവർക്ക്. വദക്കറല്ലാഹ കതീറ, അള്ളാഹുവിനെ ജീവിതത്തിൽ ധാരാളമായി ഓർത്തോർത്ത് ജീവിക്കുന്നവർക്ക് ആ റസൂലുള്ളാഹി ഇത്തിബാ ചെയ്യാൻ സാധിക്കും. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിച്ച് ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിബീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. കഴിഞ്ഞ ഖുതുബയിൽ 2 പേർ ഒരു ജമാഅത്ത് ആരംഭിക്കുകയാണെങ്കിൽ ഒരാൾ ഇമാമ് നിൽക്കും, മഅ്മൂമായ വ്യക്തി ഇമാമിൻ്റെ വലതുഭാഗത്ത് ചേർന്ന് നിൽക്കണം. പിന്നെ ഒരാൾ കടന്നു വരികയാണെങ്കിൽ ഇമാമിൻ്റെ വലതുഭാഗത്ത് ഇമാം മഅ്മൂം നിൽക്കുന്നത് പോലെ ഇടതുഭാഗത്ത് ചേർന്ന് നിൽക്കണം. എന്നിട്ട് 2 പേരും സൊഫിലേക്ക് ഇറങ്ങി നിൽക്കണം എന്ന സുന്നത്താണ് പഠിച്ചത്. സ്ത്രീകൾ സൊഫ് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കേണ്ടതില്ല. ഒരു കൂട്ടം സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അതിൽ ആദ്യ സൊഫിൻ്റെ നടുഭാഗത്ത് ഇമാമായ സ്ത്രീ നിൽക്കണം. ആ ഇമാമിൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഒരേപോലെ മഅ്മൂമുകളായ സ്ത്രീകൾ നിൽക്കണം. പുരുഷന്മാർ മുന്നിലേക്ക് കയറി നിൽക്കുന്നത് പോലെ സ്ത്രീകൾ, ഇമാമ് നിൽക്കുന്ന സ്ത്രീ മുന്നിലേക്ക് കയറി നിൽക്കേണ്ടതില്ല. ആയിഷ റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും സ്ത്രീകൾക്ക് മാത്രമായി നമസ്കരിച്ചപ്പോൾ ഖാമത്ത വസ്ത സൊഫി, അവരിരുവരും ഇമാമായി നിന്നത് സൊഫിൻ്റെ നടുവിൽ, ഒറ്റ ലൈനിൽ ആ നടുവിലാണ് നിന്നത് എന്ന് കാണാൻ കഴിയും. അതിൻ്റെ കൂടെ ഇന്ന് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ ഇദാ ഉഖീമത്തി സ്വലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ, ഒരു ഫർള് നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ ഫർളല്ലാത്ത നമസ്കാരം പാടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫർളിൻ്റെ മുമ്പ് ഉള്ള സുന്നത്ത് നിസ്കരിക്കാത്ത ഒരാൾ പള്ളിയിൽ കയറുമ്പോൾ അവിടെ നമസ്കാരം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കാൻ പാടില്ല, വേഗം ആ ജമാഅത്തിൽ തുടരണം. ഇനി നമ്മൾ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇഖാമത്ത് വിളിക്കപ്പെടുന്നതെങ്കിൽ ആ ഇമാമിനെ
പിന്തുടർന്ന് വേഗം നിസ്കരിക്കാനാണ് സാധിക്കേണ്ടത്. ആ സുന്നത്ത് പൂർത്തീകരിക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെയുള്ള ആദ്യ റക്അത്ത് നഷ്ടപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരത്തിൽ നിന്ന് നമ്മൾ പിരിയണം. ആ നമസ്കാരത്തിൽ ഏത് അവസ്ഥയിലാണോ നമ്മളുള്ളത് ആ അവസ്ഥയിൽ നിന്ന് പോരാ. പലപ്പോഴും പള്ളികൾ കാണാം അങ്ങനെ പോരുന്ന ആളുകൾ വലത്തോട്ടും ഇടത്തോട്ടും സലാം വീട്ടിയ ശേഷം നമസ്കാരത്തിൽ നിന്ന് പോരുന്നത് കാണാം. അങ്ങനെ ആവേണ്ടതില്ല. നമ്മൾ ഖിയാമിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിൽ നിന്ന് ഇമാമിൻ്റെ കൂടെ ആദ്യ റക്അത്ത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. കാരണം ഏത് ജമാഅത്തിലും ഇമാമിൻ്റെ കൂടെ ആദ്യ തക്ബീറത്തോടു കൂടി പ്രവേശിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ്. 40 ദിവസം ഒരാൾ ജമാഅത്തിൽ ഇമാമിൻ്റെ ആദ്യ തക്ബീറിൻ്റെ കൂടെ തന്നെ നിന്നാൽ 2 കാവൽ അവന് ലഭിക്കുമെന്ന ഹദീസിലുണ്ട്. ഒന്ന് ബറാഅത്തു മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്ന് അവന് കാവൽ ലഭിക്കും. വ ബറാഅത്തു മിനൻ നാർ, നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കുമെന്നാണ്. അപ്പോൾ ഇമാമിൻ്റെ കൂടെ തക്ബീറത്ത് നഷ്ടപ്പെടാത്ത നിലക്ക് സുന്നത്ത് പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ വേഗം പൂർത്തീകരിക്കുക. 2ാമത്തെ റക്അത്തിലാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ കഴിയും, വേഗം ചേരുക. അതല്ല നമ്മൾ നിസ്കാരത്തിൽ തുടങ്ങിയിട്ടുള്ള സുന്നത്ത് അപ്പോഴേക്ക് ഇഖാമത്ത് കൊടുത്തു, ആ സുന്നത്ത് പൂർത്തീകരിക്കുന്നാൽ ഇമാമിൻ്റെ കൂടെ റക്അത്ത് നഷ്ടപ്പെടുകയും ചെയ്യുവാണെങ്കിൽ ആ നമസ്കാരം എന്ത് ചെയ്യണം? അതിൽ നിന്ന് പിരിഞ്ഞ് ജമാഅത്തിൽ ചേരണം. അതാണ് ഇദാ ഉഖീമത്തി സ്വലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. ഇതിനൊക്കെ വിരുദ്ധമായി പലപ്പോഴും കാണപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ദീനി കാര്യങ്ങൾ, ചെറുതും വലുതുമായ കാര്യങ്ങൾ ശ്രദ്ധയോടെ ഗൗരവത്തോടെ എടുക്കുക. മരണശേഷമുള്ള ജീവിതത്തിനായി ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം നേടി വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖ വർസുഖ്ന ഇത്തിബാഅ വ അരിനൽ ബാത്തില ബാത്തില വർസുഖ്ന ഇജ്തിനാബ. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.